നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം എന്നുള്ളത് ഈ ഒക്ടോബർ 1 മുതൽ 2024 ഒക്ടോബർ 1 മുതൽ ഇനി പറയുന്ന 9 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ നേരത്തെ സംഭവിച്ചു കൊണ്ടിരുന്ന സകല വിഷമങ്ങളും തീരാൻ പോകുന്നൊരു സമയമാണ്. തീർന്നിട്ട് ഐശ്വര്യത്തിൻ്റെ നാളുകൾ അനുഭവിക്കുവാൻ ഇടവരുന്ന ഒരു സമയം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. എന്നാലേ അതിൽ എന്തെങ്കിലും ഒരു ഉപയോഗം നിങ്ങൾക്കുണ്ടാവത്തുള്ളൂ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകർ ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തിയാൽ ഉറപ്പായും അതിനുള്ള ശുഭഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ശുഭഫലങ്ങൾ അത് ഇരട്ടിയാവുന്നതായിരിക്കും. ആയതിനാൽ നിങ്ങളുടെ ജാതക വിശകലനം ചെയ്ത് പരിശോധിച്ച് ജാതകം നല്ല രീതിയിൽ പരിശോധിച്ച് അതിൻ്റെ ഏത് ദശാകാലമാണ്, അതിൽ ഏത് ദശയിൽ ഏതാണ് അപഹാരം നടക്കുന്നത് എന്നിവയൊക്കെ മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരവും ഗ്രഹപ്രീതിയൊക്കെ വരുത്തുക എന്നുള്ളതാണ്. എടുത്തു പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന കുറേ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾക്ക് എല്ലാം ഒരു ശമനം വരികയും നഷ്ടമായെന്ന് കരുതിയ ജീവിതം, കയ്യിൽ നിന്ന് പോയ ജീവിതം തിരികെ പിടിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും മനസ്സമാധാനവും സന്തോഷത്തോടെയും ജീവിക്കുവാനും സാധിക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. കഷ്ടപ്പാടുകളൊക്കെ മാറി ജീവിതം നയിക്കുവാനുള്ള മാർഗം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ്. നിങ്ങളറിയാതെ തന്നെ അത് നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും. അത് ധനപരമായിട്ടായിരിക്കാം, തൊഴിൽപരമായിട്ടായിരിക്കാം, വസ്തുവകകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവിക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇവിടെ വേണ്ടത് എന്നുള്ളത് ഈശ്വര പ്രാർത്ഥന എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുഖ്യമായിട്ടും വേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യമായി വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഈ 9 നക്ഷത്രങ്ങളിൽ ആദ്യം പറയുന്ന 3 നക്ഷത്രം രോഹിണി, അത്തം, തിരുവോണം എന്നിവയാണ്. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് 2024 ഒക്ടോബർ 1 മുതൽ ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതാണ്. ഈ ഒക്ടോബർ 1 എന്ന് പറയുമ്പോൾ ഒക്ടോബർ ആദ്യ വാരം എന്ന് കണക്കാക്കിയാൽ മതി. നഷ്ടമായെന്ന് കരുതിയതൊക്കെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കുന്നൊരു സമയം. ഈ നക്ഷത്ര ജാതകക്കാർ ഏകദേശം പോയിട്ടുള്ള 14 മാസക്കാലം വരെ വളരെ കഷ്ടതകൾ അനുഭവിച്ച് വന്നിരുന്ന ജാതകരാണ് എന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഒന്നിൽ തൊട്ട് പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു ഇവരുടെ കഴിഞ്ഞ മാസങ്ങളിലെ ജീവിത രീതി എന്ന് പറയുന്നത് തന്നെ. വിഷമഘട്ടങ്ങളൊക്കെ അവസാനിക്കുന്ന ഒക്ടോബർ 1 മുതൽ മെച്ചമായൊരു ജീവിതം ലഭിക്കുവാൻ പോവുകയാണ് ഈ 3 നക്ഷത്ര ജാതകർക്ക്. അതായത് ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ വാരാന്ത്യം മുതൽ ഗൃഹത്തിൽ സമാധാനം, ഐശ്വര്യം, സന്തോഷം എന്നിവ വരുന്നതാണ്. നിലവിലുണ്ടായിരുന്ന സ്വൈരക്കേടുകൾക്കെല്ലാം അവസാനം കാണുവാൻ സാധിക്കുന്ന സമയമാണ്. പ്രധാനമായിട്ടും ദാമ്പത്യ ജീവിതം കൂടുതൽ ദൃഢതയുള്ളതായിത്തീരും, ബലമുള്ളതായിത്തീരും. ഈ പിരിഞ്ഞൊക്കെ നിൽക്കുന്ന ദമ്പതികൾക്ക്, ഡിവോഴ്സൊക്കെ ആ ഒരു രീതിയിലൊക്കെ പോയ ദമ്പതികൾക്ക് വീണ്ടും അവരുടെ കാര്യങ്ങളൊക്കെ, തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി വീണ്ടും ഒരുമിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഉദ്യോഗം തേടി നടക്കുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യതയും വളരെ കൂടുതലായിട്ട് വരുന്ന സമയമാണ്. തൊഴിലിന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഗൃഹലാഭം അല്ലെങ്കിൽ ഗൃഹനിർമ്മാണത്തിനുള്ള തുടക്കം എന്നിവയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. ഈ സമയം മേൽപ്പറഞ്ഞ നക്ഷത്ര ജാതകർക്കാർ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്.
കൂടാതെ ഭദ്രകാളി പൂജ നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ നക്ഷത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തണം. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും നക്ഷത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുകയും ചെയ്യുക. ഇവിടെയെല്ലാം യഥാവിധി വഴിപാടുകൾ കൂടി നടത്തി പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത്. ഈ രീതിയിൽ പ്രാർത്ഥനകൾ നടത്തിയാൽ നിങ്ങൾക്ക് വരാനുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് വരുന്ന ഗുണഫലങ്ങൾ ഒട്ടും തന്നെ കുറയാതെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഒക്ടോബർ മാസത്തിൽ ജന്മനക്ഷത്രം വരുന്നവർ ഗണപതി ഹോമം നടത്തുന്നതും ഐശ്വര്യലബ്ധിക്ക് വളരെ ഉത്തമമായ ഒന്ന് തന്നെയാണ്. അടുത്തതായി വരുന്ന 3 നക്ഷത്രക്കാരെന്ന് പറയുന്നത് പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നിവയാണ്. ഈ നക്ഷത്ര ജാതകർ ഒക്ടോബർ 1 മുതൽ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടും ബന്ധുബലം വർദ്ധിക്കും എന്നതാണ് പറയുന്നത്. അതാണ് പ്രധാനമായിട്ട് കാണുന്നത്. അതിപ്പോൾ വിവാഹ രൂപത്തിൽ ആയിരിക്കാം. വർഷങ്ങളായി പിരിഞ്ഞു കഴിയുന്ന ദമ്പതികളോ കുടുംബങ്ങളോ തമ്മിൽ ഒരുമിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ആ രീതിയിലായിരിക്കാം. വസ്തുവകകൾ വാങ്ങുവാനോ വാഹനങ്ങൾ വാങ്ങുവാനോ ഒക്കെ അനുകൂലമായ സമയം കൂടിയാണ് ഇപ്പോൾ. ഒക്ടോബറിൻ്റെ 2ാം വാരത്തിൽ യാത്രകൾ അനിവാര്യമായി വന്നേക്കാം. സ്വദേശം വിട്ട് ഉള്ള യാത്രകൾ ചെയ്യാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിലൂടെ ഗുണഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ധനാഗമനം വന്നു ചേരുന്നതാണ്. ഇവിടെ പ്രധാനമായൊരു കാര്യം പറയാനുള്ളത്, മറ്റുള്ളവർക്ക് ദോഷമായി വന്നേക്കാവുന്ന അല്ലെങ്കിൽ അന്യരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യാതിരിക്കുക, അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പ്രത്യേകമായി പറയാനുള്ളത്. ബിസിനസ് പരമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ട് എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കും. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ പ്രധാനമായിട്ടും ഈ സമയത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. വിഷ്ണു ഭജനം എല്ലാ സമയത്തും ചെയ്യുക എന്നിവ. വിഷ്ണു ഭജനം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ മഹാലക്ഷ്മി പൂജ ചെയ്യുകയും അന്നപൂർണേശ്വരി പ്രാർത്ഥന നടത്തുകയും പൂജിക്കുകയും ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുക. ഇതുവഴി ഗുണഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുവാൻ സാധിക്കും എന്നതാണ് പറയുന്നത്. അടുത്തതായി അവസാനമായി പറയുന്ന 3 നക്ഷത്രങ്ങളാണ് പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്ര ജാതകക്കാർ. ഈ നക്ഷത്ര ജാതകക്കാർ 2024 ഒക്ടോബർ 1 മുതൽ മഹാഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. പ്രധാനമായ ഭാഗ്യദായകങ്ങളായ ചില യോഗങ്ങൾ വന്നു ചേരുവാൻ പോവുകയാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് എന്നുള്ളത്. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വന്നു ചേരും, കയ്യിൽ വന്നു ചേരുന്നതാണ്. ശുക്രൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന ജാതകർക്ക് ഗുണഫലങ്ങൾ ഇരട്ടിയായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഇവിടെ ശിരോരോഗങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിലുള്ള ശമനം ലഭിക്കുന്നതാണ്. ആ നിലവിലുണ്ടായിരുന്ന രോഗാവസ്ഥ മാറിക്കിട്ടുന്നതാണ് ഈ സമയം. കൂടാതെ ഒന്നിലധികം കാര്യങ്ങളിൽ നിന്ന് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതുമായിരിക്കും. പുണ്യദേവാലയങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയത്ത് വരുന്നതാണ്. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ധനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നവഗ്രഹ പൂജ നടത്തുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. തൊഴിൽപരമായി നിലവിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെയും പാർട്ട് ടൈം ആയിട്ട് മറ്റേതെങ്കിലും കൂടി ജോലി ചെയ്യുവാൻ സാധിക്കുകയും അതുവഴി ധനം വരികയും ചെയ്യുന്നതായിരിക്കും. ഈ സമയത്ത് ഈ നക്ഷത്ര ജാതകക്കാർ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിയാഴ്ച ദിവസം നീരാഞ്ജനം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കൂടാതെ നാഗരാജ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും യഥാവിധി വഴിപാടുകൾ നടത്തുകയും വേണം. ഈ രീതിയിലാണ് ഒക്ടോബർ 1 മുതൽ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഈശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.